സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആക്ച്വലി 2019 സ്കീമിനെ പറ്റിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പോയിന്റിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ആക്ച്വലി ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. സോ ഇത് 2024 സ്കീമും അതിനെ സംബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റി പോയിന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ നിങ്ങൾ ആക്ച്വലി 2024 സ്കീമാണ് ആൻഡ് നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് എന്താണെന്ന് അറിയില്ല ആൻഡ് എന്തിനാണ് നിങ്ങൾ ബിടെക്കിൽ ഈ ഒരു പറയുന്ന ആക്ടിവിറ്റി പോയിന്റ് എന്തിനു നേടണം എന്നുള്ള കാര്യങ്ങൾ കുറേ ഡൗട്ടുകളായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് വീഡിയോ ഫോർ യു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതായത് എന്തിൻ്റെ ഒരു ആക്ടിവിറ്റി പോയിന്റ് ആൻഡ് ആർക്കൊക്കെയാണ് ഈ ആക്ടിവിറ്റി പോയിന്റ് ആക്ച്വലി വേണ്ടത് ആൻഡ് എങ്ങനെയൊക്കെ കാറ്റഗറിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പറയുന്ന ആക്ടിവിറ്റി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെ മനസ്സിലാവും. അതായത് ഈ പറയുന്ന നമ്മളിപ്പോൾ നിങ്ങളൊരു S1 തൊട്ടിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ആക്ടിവിറ്റി പോയിന്റ് 100 ആണ് വേണ്ടത്. എന്നാൽ നിങ്ങളൊരു ലെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം S3 തൊട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 75 ആക്ടിവിറ്റി പോയിന്റ്സ് നിങ്ങൾക്ക് ഏകദേശം മതിയായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ 2024 സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്തിനാണ് ഈ പറയുന്ന ആക്ടിവിറ്റി പോയിന്റ് ആൻഡ് എന്താണ് ഈ ഒരു ആക്ടിവിറ്റി പോയിന്റ് എന്നുള്ള കാര്യം. ബേസിക്കലി ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കലി നമ്മൾ നേടുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ അക്കാഡമിക്കലി നമ്മൾ പഠിക്കുന്നതിന് ഉപരി നിങ്ങൾക്ക് ആക്ച്വലി സോഷ്യലി കുറച്ചും റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ഓണ്ടർപ്രണീരിയൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടീം സ്പിരിറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓണ്ടർപ്രണീരിയൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സ്കിൽ സെറ്റുകളും കൂടി നിങ്ങൾക്ക് കിട്ടാനാണ്. അത് നമ്മൾ ഈ പറയുന്ന അക്കാഡമിക്കിൽ പഠിക്കുന്ന സ്കിൽ സെറ്റുകൾക്ക് അപ്പുറം നിങ്ങൾക്കൊരു സോഷ്യലി നിങ്ങൾക്കൊരു സ്കിൽ സെറ്റുകളും അങ്ങനെയുള്ള ഒരു ടീം കമ്മിറ്റ്മെൻറ്റ് പോലുള്ള സ്കിൽ സെറ്റുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാനാണ് ഈ പറയുന്ന ആക്ടിവിറ്റി പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നമുക്ക് ഉള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ പറയുന്ന അതായത് ലാറ്ററൽ എൻട്രി വന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം 75 ആക്ടിവിറ്റി പോയിന്റ്സോളം മതി. സോ അല്ലാതെ S1 ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 100 ആക്ടിവിറ്റി പോയിന്റ് ആണ് നിങ്ങൾക്ക് ടോട്ടലി വേണ്ടത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഏതൊക്കെ മേഖലകളിലൂടെയാണ് ഈ പറയുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് നമുക്ക് കിട്ടുക എന്നുള്ളത്. സോ ഏതൊക്കെ മേഖലകളാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെയാണ് നാഷണൽ ഇനിഷ്യേറ്റീവ്സ്, പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് ദെൻ പ്രൊഫഷണൽ സെൽഫ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ദെൻ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഒരു മേഖല ആൻഡ് ദെൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. സോ ഈ പറയുന്ന മേഖലകളിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ആക്ച്വലി ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടുന്നത്. സോ അത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ താഴെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് സോ നമുക്ക് അതിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ദെൻ നിങ്ങൾ താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ടേബിൾ എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇതിൽ പറയുന്നത് ആക്ടിവിറ്റി പോയിന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഹെഡാണ്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട പറയുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതായത് നമ്മളിപ്പോൾ മുകളിൽ കണ്ട ഈ പറയുന്ന കാര്യം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് കാറ്റഗറീസ് ലൈക്ക് അതെ ഇനി പറയുന്നത് ആക്ടിവിറ്റിയാണ്. ആ ഒരു കാറ്റഗറിയിലെ എന്ത് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റിയാണെന്നുള്ള ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് ലെവൽസ് ആണ്. ആ ഒരു ആക്ടിവിറ്റി ഏത് ലെവൽ, അതായത് ലെവൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെവൽ 1 എന്ന് പറയുന്നത് കോളേജ് ഇവന്റ്, ലെവൽ 2 എന്ന് പറഞ്ഞാൽ സോണൽ ഇവന്റ് ആൻഡ് ലെവൽ 3 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി എക്സാംസ്, ലെവൽ 4 നാഷണൽ ഇവന്റ്സ് ആൻഡ് ലെവൽ 5 ഇന്റർനാഷണൽ ഇവന്റ്സ്. സോ ഇതാണ് ലെവൽസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ലെവൽ ഉണ്ട്, അത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ ലെവൽസ്. ഓക്കെ, ആൻഡ് ദെൻ അപ്രൂവൽ ഡോക്യുമെന്റ്സ് മാക്സിമം പോയിന്റ് നിങ്ങൾക്ക് ആ പറയുന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മാക്സിമം പോയിന്റ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എത്ര ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇതിൽ വേണം, അതാണ് ഇവിടെ 2 ഇയർ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ നമ്മൾ എന്താ നോക്കിയത്, നാഷണൽ ഇനിഷ്യേറ്റീവ് ആണ്. ഈ നാഷണൽ ഇനിഷ്യേറ്റീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് NCC NSS എന്ന് പറയുന്നത്. സോ അതിന് ഏകദേശം 2 ഇയറോളം നിങ്ങളവിടെ സ്റ്റേ ചെയ്യണം ആൻഡ് അതിന് കിട്ടുന്നത് അപ് ടു 60 ആക്ടിവിറ്റി പോയിന്റ് ആണ്. ഓക്കെ, 60 ആക്ടിവിറ്റി പോയിന്റ്സ്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന NSS അല്ലെങ്കിൽ NCCയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി അപ് ടു 20 ആക്ടിവിറ്റി പോയിന്റ്സ് വരെ എക്സ്ട്രാ കിട്ടും. സോ അങ്ങനെയുള്ള കേസസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി 80 ആക്ടിവിറ്റി പോയിന്റ്സോളം നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരാറുണ്ട്. പിന്നെ അത് തന്നെ പല പല രീതിയാണ്. അതായത് ബെസ്റ്റ് വോളണ്ടിയർ, അപ്പോൾ അതിനായിട്ടുള്ള സ്പെഷ്യൽ ആക്ടിവിറ്റി പോയിന്റ്സ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യമാണ്. അതായത് ഇവിടെ സ്റ്റേറ്റ് ആണ്, നാഷണൽ ലെവലിൽ ഈ പറയുന്ന ബെസ്റ്റ് NSS വോളണ്ടിയർ. സോ അപ്പോൾ വരുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് രണ്ടാമത്തെ കേസ് ആണെങ്കിൽ സ്പോർട്സിൻ്റെ കേസ് ആണെങ്കിൽ ബേസിക്കലി സ്പോർട്സിന് അതായത് ഈ പറയുന്ന ലെവൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ ഏകദേശം 8 ആക്ടിവിറ്റി പോയിന്റ്, ദെൻ 15, 25, 40 അപ് ടു 60. ഇത് ടോട്ടലി അല്ല, അപ് ടു 60. അങ്ങനെ 60 ആക്ടിവിറ്റി പോയിന്റ് വരെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ,
ഏകദേശം 1 ഇയറോളം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം സ്പോർട്സിൽ. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ആ ഒരു കാറ്റഗറിയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം പോയിന്റ് 60 ആണ്. ദെൻ ഗെയിംസ് അതിലും നിങ്ങൾക്ക് 60 ആൻഡ് 1 ഇയറോളം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണം. സോ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസസോ അതിൻ്റെ ഒരു വേരിയേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ ഇനി നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഗെയിമിന് ഇവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ അതായത് ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സോ ആ ഒരു കാര്യം വരുമല്ലോ. അതാണ് ഇവിടെ ഇപ്പോൾ കോളേജ് ലെവലിൽ വരുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകരുത്, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. ആൻഡ് ദെൻ ഇനി നമുക്ക് കൾച്ചറൽ ആൻഡ് ആക്ടിവിറ്റി ആർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക്കിൽ കിട്ടുന്ന ആക്ടിവിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 60 ആണ്. ആൻഡ് അതിനും 1 വർഷത്തോളം നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് ഓരോ വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ. ആൻഡ് ദെൻ അതായത് ആർട്സിൻ്റെ കാര്യത്തിൽ സെയിം ഇതൊക്കെ അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ലിറ്ററേച്ചർ, ആർട്സ് പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തും ഈ പറയുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതായത് ആ കോളേജിൻ്റെ അകത്ത് തന്നെ അങ്ങനെ ഈ പറയുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുമല്ലോ. സോ അതാണ് പറയുന്ന കാര്യം. ഓക്കെ. ആൻഡ് ദെൻ പിന്നെ നിങ്ങൾക്ക് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതാണ് പ്രൊഫഷണൽ സെൽഫ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ടെക് ഫെസ്റ്റ് ഉണ്ടാകുന്ന ക്യൂസിന് ഈ പറയുന്ന കോളേജ് ലെവല്, സ്റ്റേറ്റ് ലെവല്, സോ അങ്ങനെയുള്ള വേരിയേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ് ടു 50 ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. പിന്നെ മൂക്ക് കോഴ്സസ് വിത്ത് ഫൈനൽ അസസ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ, അതായത് ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, 2024 സ്കീമിലാണെങ്കിലും NPTEL എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് അവിടെ നിങ്ങൾക്ക് IIT അല്ലെങ്കിൽ NIT പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നിങ്ങൾ എക്സാം ആണെങ്കിൽ നിങ്ങളൊരു എക്സാം സെൻറ്ററിൽ ചെന്ന് എഴുതേണ്ടി വരും. അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജ് ആയിരിക്കും. ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കത് നോക്കണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾ ആ ഒരു എക്സാം പാസ്സാകുവാണെങ്കിൽ, ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു എക്സാം പാസ്സായിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് IIT മദ്രാസിൻ്റെ ആണെന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 50 ആക്ടിവിറ്റി പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡയറക്റ്റ്ലി 50 നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന മൂക്ക് കോഴ്സ് പാസ്സാകുവാണെങ്കിൽ. ആൻഡ് അതിനുശേഷം നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കണ്ടക്റ്റഡ് ബൈ പ്രൊഫഷണൽസ് അസോസിയേറ്റീവ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്ക് എഞ്ചിനീയറിംഗ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് കോളേജ് നോക്കുകയാണെങ്കിൽ കുറേയധികം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ടിങ്കറബിൾ ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്, ഇപ്പോൾ IEEE എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. അതായത് അവിടെ ഉള്ളത് അതായത് കുറേയധികം ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കുറേയധികം ഇങ്ങനെ ലൈക്ക് മൈൻഡഡ് പീപ്പിൾസിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ കുറേ വർക്ക്ഷോപ്സ് ഉണ്ടായിരിക്കും, ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി കണ്ടക്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻസ് ആണെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ആണ് ഓരോരോ ലെവൽസിലേക്കനുസരിച്ച്. ആൻഡ് അതുപോലെ തന്നെ ഒരു ഫുൾ ടൈം കോൺഫറൻസ് അല്ലെങ്കിൽ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് കണ്ടക്റ്റഡ് ബൈ IITs ആൻഡ് NITs ആണെങ്കിലാണ് അപ് ടു 30 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി അല്ല ഇവിടെ പറയുന്നത് ഒരു KTU അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആണെങ്കിൽ അപ് ടു 12 ആണ് പറയുന്നത്. ആൻഡ് ദെൻ പേപ്പർ പ്രസൻറ്റേഷൻ പബ്ലിക്കേഷൻ അറ്റ് IIT NIT അതാണെങ്കിൽ നിങ്ങൾക്ക് 40 ആക്ടിവിറ്റി പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതായത് പേപ്പർ പ്രസൻറ്റേഷൻ IIT അല്ലെങ്കിൽ NIT-ലാണെങ്കിൽ. ഓക്കെ. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ അഡീഷണൽ 10 പോയിന്റ്സും കിട്ടും. സോ ഇതൊക്കെയാണ് പറയുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി പേപ്പർ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ആയിട്ട് KTU ലെവലാണെങ്കിൽ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 60 ആക്ടിവിറ്റി പോയിന്റോളം കിട്ടും. ഓക്കെ. ആൻഡ് അഡീഷണൽ 2 പോയിന്റ്സ് ഫോർ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ. ഇപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ 4th ഇയർ ഒക്കെ നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പേപ്പർ പ്രസൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. ആ ഒരു ടൈമിലൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി ഉള്ളത്. എന്നാൽ ആ ടൈം വരെ എത്തണമെന്നും ഇല്ല. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ പറ്റി നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പേപ്പർ പ്രസൻറ്റേഷനൊക്കെ പോകുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ആസ് എൻ എഞ്ചിനീയർ. ആൻഡ് പിന്നെ പോസ്റ്റർ പ്രസൻറ്റേഷൻ ഉണ്ട്. പോസ്റ്റർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ കാണുന്ന പോസ്റ്റേഴ്സ് അല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു കോണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിന് 1 പിക്ചർ ലൈക്ക് ഞാനത് കാണിച്ചു തരാം എങ്ങനെ പോസ്റ്റർ പ്രസൻറ്റേഷൻ എന്നുള്ളത്. ഞാൻ അവരോട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണല്ലോ. ഓക്കെ. സോ അത് നിങ്ങൾ NIT ലെവലാണെങ്കിൽ 20 ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്. എന്നാൽ KTU അല്ലെങ്കിൽ അഫിലിയേറ്റ് കോളേജ് ആണെങ്കിൽ 8 ആക്ടിവിറ്റി പോയിന്റ്സ്. പിന്നെ അഡീഷണൽ 10 പോയിന്റ്സ് ഫോർ റെക്കഗ്നീഷൻസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ഇനി നമുക്കിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ഏകദേശം 5 ഡേയ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് 5 ഡേയ്സ് വന്നൊരു ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് 20 ആക്ടിവിറ്റി പോയിന്റ്സോളം കിട്ടും.
പിന്നെ ഇന്റേൺഷിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. കാര്യം എന്താണ് ആക്ച്വലി ഇന്റേൺഷിപ്പ് അല്ല, ഇന്റേൺഷിപ്പിൽ എൻ്റെ പേരിലുള്ള കുറേയധികം സ്കാംസുകളൊക്കെ ഇറ്റ്സ് എൻ്റെ ഡിഫറെൻറ്റ് ടോക്സ്. അപ്പോൾ അത് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ അടുത്തായിട്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇൻഡസ്ട്രിയൽ വിസിറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് 10 ആക്ടിവിറ്റി പോയിന്റ്സോളം ഉണ്ട്. പിന്നെ ഫോറിൻ ലാംഗ്വേജ് സ്കില്ല്, അതായത് ഇപ്പോൾ IELTS അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ പാസ്സാവില്ലേ, സോ ഇറ്റ്സ് വിൽ ബി 50 ആക്ടിവിറ്റി പോയിന്റ്സ്. പിന്നെ സ്റ്റാർട്ടപ്പ് അടുത്തൊരു കാറ്റഗറിയാണ് ഓണ്ടർപ്രണീരിയൽ ആൻഡ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിനെ പറ്റി നിങ്ങൾ ഇപ്പോൾ ചിലർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിലോ ബേസിക്കലി നിങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു ഐഡിയോളജി ഉണ്ട് ആൻഡ് നിങ്ങൾക്കതൊരു ബിസിനസ് മോഡലാക്കി മാറ്റാൻ പറ്റുന്നുണ്ട് ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒരു അങ്ങനത്തെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ യു ഹാവ് ദ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കോളേജ് ലൈഫ് തന്നെയായിരിക്കും. സോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറേയധികം പരീക്ഷിക്കാൻ പറ്റും ആസ് എ പാർട്ട് ഓഫ് സ്റ്റഡീസിൻ്റെ ടൈമിൽ തന്നെ. എന്നാൽ നിങ്ങൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ ലൈക്ക് അതൊരു എല്ലാം നല്ലതാണ്, പക്ഷെ നമുക്ക് ആ ടൈമിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആകാൻ പറ്റും നിങ്ങൾ ഇപ്പോഴേ പഠിക്കുകയാണെങ്കിൽ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയോളജിക്ക് വെച്ച് പരീക്ഷിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഈവൻ അത് ഫെയിലിയർ ആയിക്കോട്ടെ, കാര്യം ഒന്നും നമുക്ക് ഡയറക്റ്റ്ലി സക്സസ്സിലോട്ട് എത്താൻ പറ്റുള്ളൂ. കുറേയധികം ഫെയിലിയേഴ്സിൻ്റെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ സക്സസ്സിലോട്ട് പോകുന്നത്. സോ നിങ്ങളത് പരീക്ഷിക്കുന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടപ്പ് കമ്പനി രജിസ്റ്റേർഡ് ലീഗലി ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 60 ആക്ടിവിറ്റി പോയിന്റോളം കിട്ടും. പിന്നെ പേറ്റന്റ് എന്ന് പറയുന്നത് അതൊരു ലീഗൽ പേപ്പർ നിങ്ങളാണ് കൊണ്ടുവന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 60 ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. പബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ 60 ആൻഡ് ദെൻ അപ്രൂവ്ഡ് ആണെങ്കിൽ 60 ആൻഡ് ദെൻ പേറ്റന്റ് ലീസ്ഡ് ആണെങ്കിലും 80 കിട്ടും. ഓക്കെ. ആൻഡ് പ്രോട്ടോടൈപ്പ് ഡെവലപ്ഡ് ആൻഡ് ടെസ്റ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി 60. ഓക്കെ. പിന്നെ അവാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 60 കിട്ടും, അതായത് ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ആൻഡ് ഡെവലപ്ഡ് ആൻഡ് ഇൻഡസ്ട്രിയിൽ ഇത് യൂസ്, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ ആ പ്രോഡക്റ്റ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റീവ് പോയിന്റ്സെല്ലാം കിട്ടും. പിന്നെ ഒരു വെഞ്ചർ ക്യാപിറ്റൽ, ഇതൊരു ഫണ്ടിങ് സിസ്റ്റമാണ്. സോ അത് നിങ്ങളുടെ പ്രോഡക്റ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഗെയിൻ 80 കിട്ടും. ആൻഡ് ദെൻ പിന്നെ നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയ ഇനിഷ്യേറ്റീവ് ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ അതൊരു കുറേയധികം ആൾക്കാർക്ക് ഏകദേശം 15,000 രൂപയോളം മന്ത്ലി ഇൻകം കൊടുക്കാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ അങ്ങനെ ഒരു ഐഡിയ ആണെങ്കിൽ ഇറ്റ് വിൽ ബി അഗെയിൻ 80 ആക്ടിവിറ്റി കിട്ടും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ സംബന്ധിക്കുന്ന ഒരു ഇന്നോവേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 50 ആക്ടിവിറ്റി പോയിന്റ്. ഓക്കെ. ആൻഡ് ദെൻ ഫൈനലി നമുക്കുള്ളതാണ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. എൻ്റെ ഒരു ബിടെക് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേടിയിരിക്കുന്നൊരു പോർഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഞാനൊരു ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് ഡീലായിട്ട് നമുക്ക് പറയാം. ആൻഡ് ഞാനൊരു പേര് പറഞ്ഞത് ആൻഡ് ഇറ്റ് വിൽ ബി കോൾഡ് ഇറ്റ് ആസ് ക്യാമ്പസ്. ഈ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഞങ്ങളൊരു ടീമായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഡെവലപ്പ് ചെയ്തത്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ നോക്കാം. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിങ്ക്ഡിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ക്യാമ്പസ് എന്നുള്ള കാര്യം. ഓക്കെ. ആൻഡ് ഇനി നമുക്ക് നോക്കുന്നത് ഈ പറയുന്ന ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് പ്രൊഫഷണൽ സൊസൈറ്റീസ്, അതായത് നിങ്ങൾ ഈ പറയുന്ന IEEE IT ഇങ്ങനെയുള്ള സൊസൈറ്റിയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സ്ഥാനങ്ങൾ, അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോർ കോർഡിനേറ്റർ, സബ് കോർഡിനേറ്റർ, വോളണ്ടിയർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് ഏകദേശം 40 ആക്ടിവിറ്റി പോയിന്റ്സ്. ഇനി കോളേജ് അസോസിയേഷൻ ചാപ്റ്ററുകളിലാണെങ്കിൽ അതും നിങ്ങൾക്ക് 40 ഉണ്ടാവും. പിന്നെ ടെക്നിക്കൽ ഇവൻറ്റ്സ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടെക് ഫെസ്റ്റിവൽക്കുള്ള ടെക്നിക്കൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ടെക് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുള്ളൂ. സോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്. പിന്നെ ഏതെങ്കിലും ഒരു ക്ലബ്ബുകളിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലബ്ബൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ 40 ആക്ടിവിറ്റി പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ മാക്സിമം ആണ്. ആൻഡ് ദെൻ ഒരു ഇലക്റ്റഡ് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ ഇറ്റ് ആൾസോ ബി ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ കോളേജിലൊക്കെ ചിലപ്പോൾ അസോസിയേഷൻ കാണും. സോ അവിടെ ചെയർമാൻ, വൈസ് ചെയർമാൻ അങ്ങനെയുള്ള കാറ്റഗറിയിൽ. സോ ഡിപ്പെൻസ് ലൈക്ക് അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതെല്ലാം അപ് ടു 60 ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്. സോ ഇങ്ങനെയാണ് ആക്ടിവിറ്റി പോയിന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ ഓൺടർപ്രണറിൽ പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഈ പറയുന്ന മേഖല നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ നാളെ ജോയിൻ ചെയ്യുവാണെങ്കിലും ഈ പറയുന്ന മേഖല അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നിങ്ങളെ ഉറപ്പായിട്ടും മുന്നിലേക്ക് നയിക്കുന്ന ഒരു മേഖലയായിരിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ഇതിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് പറ്റുന്നതോ അറിയത്തില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലൊക്കെ പോകാനായിട്ട്. കാര്യം നിങ്ങളൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, 2024 ഇയർ സ്കീമാണ്. സോ
നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് ഇയർ തൊട്ടുള്ളത് തന്നെ നിങ്ങളുടെ ഏറ്റവും റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ടിങ്കർ ഹബ് ഉണ്ട്, ജിടെക് ഉണ്ട്, അതുപോലെ തന്നെ ലൈക്ക് വെബ്3 കേരളം, അങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ബൈറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, ഇങ്ങനെ കുറേയധികം കമ്മ്യൂണിറ്റീസൊക്കെ നമ്മുടെ ചുറ്റിനുണ്ട്. സോ ഇതിലൊക്കെ ലീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ അയക്കുക ആൻഡ് ദെൻ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂസ് ഉണ്ടാകും. സോ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ എക്സ്പീരിയൻസ്, ഇതെല്ലാം ടെക്നിക്കൽ കമ്മ്യൂണിറ്റീസ് ആണ്. സോ നിങ്ങൾക്ക് ടെക്നിക്കലി കുറേയധികം കാര്യങ്ങൾക്ക് പഠിക്കാനും, സോ അതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാനും കുറേ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. അതിൻ്റെ നമ്പർ ആക്ച്വലി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടെക്നിക്കലി എങ്ങനെയാണ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദ പ്രോസസ്സോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയണം, അല്ലെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് യു നീഡ് ഹെൽപ്പ്, ആക്ച്വലി ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുള്ള ഹെൽപ്പ് ആക്ച്വലി ചെയ്തു തരാം. ഞാൻ ആക്ച്വലി അങ്ങനെ നമ്മുടെ കൂടെ തന്നെയുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് തരാം. സോ ഇതൊക്കെയാണ് ഹാക്കിംഗ് പോയിന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. സോ എന്തെങ്കിലും ഓർഡർ കാര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക. ഓക്കെ, ബൈ.